Okay. Okay. So in the last class, we were discussing about the thermal fatigue. ഫാറ്റിക് ആയിരുന്നു നമ്മളെ ടോപ്പിക്. അതിന് നമ്മൾ തെർമൽ ഫാറ്റിക്കിലേക്ക് അല്ല. അപ്പോൾ റിപ്പീറ്റഡ് സൈക്ലിക് ലോഡ് വരുമ്പോഴാണ് ഫാറ്റിക് ഫെയിലിയേഴ്സ് ഉണ്ടാകുന്നത്. സോ ആരാണ്? മുത്താസിമ? ഓക്കെ, എടുത്തു. ഓക്കെ, ഞാൻ നോട്ട് ചെയ്തിട്ടുണ്ട്. ബാക്കി ഞാൻ പിന്നീട് എടുക്കാം. So thermal stresses results when the change in dimension of a member as result of temperature change is prevented by some kind of a constraint. അപ്പോൾ ഓൾറെഡി ഞാനിത് നിങ്ങളോട് പറഞ്ഞതാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു ഇപ്പോൾ ഒരു വാൾ, ഇപ്പോൾ ഒരു ഇതുപോലത്തെ ഒരു ബീമുണ്ട്, ഒരു ബീമാണ്, ഇതൊരു വാളാണ്. അപ്പോൾ ഇപ്പോൾ നിങ്ങളെ ചുമര് തന്നെ നിങ്ങൾ അസ്യൂം ചെയ്യുക. ചുമരിൻ്റെ ഹൊറിസോണ്ടലായിട്ട് നമ്മൾ ഒരു ബീം ഉണ്ടെന്ന് വിചാരിക്കാം, ഒരു സ്റ്റീൽ ബീം. അപ്പോൾ ഇത് തൽക്കാലം ഒരു ബീമാണെന്ന് അസ്യൂം ചെയ്യുക. ഈ വരച്ചതാണ്, ഇതൊരു ബീമാണ്. സോ വാട്ട് ഹാപ്പൻസ്, നമുക്കറിയാം, whenever there is a change in temperature, there will be change in dimension of the that material, particular component, അല്ലേ? കാരണം നമുക്കറിയാം സ്റ്റീൽ അതിന് there is a coefficient of thermal expansion. So at higher temperature it begins to elongate, അല്ലേ? അത് ഡിഫോം അല്ലെങ്കിൽ അത് അതിൻ്റെ ഡയമെൻഷൻ ചേഞ്ച് ചെയ്യാൻ വേണ്ടി തുടങ്ങും. So whenever temperature is decreased, again it will start to contract, അല്ലേ? So there will be an expansion and contraction. So ഞാൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ, നിങ്ങൾ ആ റൂമിലുള്ള ഒരു ബീം ഉണ്ട്, അല്ലേ? ഒരു 5 to 6 മീറ്റർ നീളത്തിലുള്ള ഒരു ബീം ഉണ്ടെന്ന് വിചാരിക്കാം. ബട്ട് ദ റൂം ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ ആ റൂം ടെമ്പറേച്ചർ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് വേരി ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ആ റൂമിൽ ടെമ്പറേച്ചർ കൂടുന്നും കുറയുന്നൊക്കെ ഉണ്ട്. സോ ഒരു ഹൈ ടെമ്പറേച്ചറിലേക്ക് പോകും, ഒരു മാക്സിമത്തിലേക്ക് പോകും, ദെൻ കം ടു എ മിനിമം. സോ വാട്ട് ഹാപ്പൻസ്, ഇത് ബാർ സ്റ്റാർട്ട്സ് ടു ഇലോങ്ങേറ്റ്, അല്ലേ? അപ്പോൾ അത് അതിൻ്റെ ഡയമെൻഷൻ കൂട്ടാൻ വേണ്ടി ശ്രമിക്കും. അപ്പോൾ അതിൻ്റെ ലെങ്ത് കൂടും. അതിൻ്റെ ലെങ്ത് കൂടുമ്പോൾ നോക്കിയാൽ നമുക്ക് രണ്ട് സൈഡിലും കൺസ്ട്രെയിൻസ് ആണ്, അല്ലേ? കാരണം ലെങ്ത് കൂടാൻ വേണ്ടി പറ്റുന്നില്ല. കാരണം രണ്ട് സൈഡിലും ചുമരിൽ അത് തടുത്ത് നിൽക്കുകയാണ്. അപ്പോൾ അതിന് ലെങ്ത് കൂടാൻ വേണ്ടി പറ്റില്ല. സോ വാട്ട് ഹാപ്പൻസ്, ദിസ് ബാർ വിൽ ബിഗാൻ ടു സാഗ്, അല്ലേ? അത് ഇതുപോലെ സാഗ് ചെയ്ത് ഇങ്ങനെ വളഞ്ഞു നിൽക്കാൻ വേണ്ടി തുടങ്ങും. ഓക്കെ, ഇത് ന്യൂ പൊസിഷൻ. അപ്പോൾ സാഗ് ചെയ്ത് നിൽക്കാൻ വേണ്ടി തുടങ്ങും. അപ്പോൾ സാഗ് ചെയ്ത് നിൽക്കുമ്പോൾ നമുക്കറിയാം, ഇപ്പോൾ ഒരു ബീം ഇങ്ങനെ സാഗ് ചെയ്ത് നിൽക്കുകയാണ്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഇതാണ് ബീമെങ്കിൽ, ഇതിങ്ങനെ സാഗ് ചെയ്ത് നിൽക്കുകയാണെങ്കിൽ നമുക്ക് എന്താ പറയുക, there is a axis for this beam. So this is the axis of the beam. So this is the axis of the beam when it is in sagged condition, അല്ലേ? താഴേക്ക് ഡിക്ലൈൻ ചെയ്ത് ഇങ്ങനെ സാഗ് ചെയ്ത് നിൽക്കുകയാണ്. So we can see that the materials here in this position, this point, experience compression, and the material at this, or the atoms at this position, experience tension. ഈ ഭാഗത്തുള്ള മെറ്റീരിയൽ, അതായത് ആക്സിസിന് താഴെയുള്ള മെറ്റീരിയൽ എന്തായിരിക്കും ഉണ്ടാവുക? അവിടെ ഒരു ടെൻഷൻ ആയിരിക്കും ഉണ്ടാവുക. നേരെ മറിച്ച് ഇവിടെയുള്ള മെറ്റീരിയൽ എന്തായിരിക്കും? ഒരു കംപ്രഷൻ ആയിരിക്കും ഉണ്ടാവുക. ഓക്കെ, കാരണം ആക്സിസിന് താഴെ അത് വലിഞ്ഞാ നിൽക്കുന്നത്, ആക്സിസിന് മുകളിൽ അത് അടുത്താ നിൽക്കുന്നല്ലേ, ആ സാഗ് ചെയ്തത്. സോ വാട്ട് ഹാപ്പൻസ്, പക്ഷേ ഇവിടെ എന്താണ്, ടെമ്പറേച്ചർ ഇസ് കണ്ടിന്യൂസ്ലി ചേഞ്ചിങ് ടു ദ മാക്സിമം ആൻഡ് മിനിമം, അല്ലെ? ഹൈ ടെമ്പറേച്ചർ ആകുമ്പോൾ ഇത് ഇത് എക്സ്പാൻഡ് ചെയ്യുന്നുണ്ട്, ഇതുപോലെ സാഗ് ചെയ്യുന്നുണ്ട്. ലോ ടെമ്പറേച്ചർ ആകുമ്പോൾ ഇത് വീണ്ടും പഴയ പൊസിഷനിലേക്ക് പോകും. സോ വാട്ട് ഹാപ്പൻസ്, ദർ ഇസ് എ റിപ്പീറ്റഡ് സ്ട്രെസ്, തെർമൽ സ്ട്രെസ് അപ്ലൈഡ് ടു ദി മെറ്റീരിയൽ. സോ അതുപോലെ റിപ്പീറ്റഡ് ആയിട്ട് സൈക്ലിക് സ്ട്രെസ് വരുമ്പോൾ എന്ത് സംഭവിക്കും? ദ ഫെയിൽ, ഇറ്റ് ബിഗാൻ ടു ഫെയിൽ, അല്ലെങ്കിൽ മെറ്റീരിയൽ വിൽ ഫെയിൽ. സോ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? തെർമൽ ഫാറ്റീഗ് എന്ന് പറയുന്നത്. Okay, so if a bar with fixed support is heated, thermal stress will develop by a temperature change. And thermal stress in നമ്മൾ എങ്ങനെയാണ് ഇക്വേറ്റ് ചെയ്യുക? Thermal stress sigma is represents the stress or thermal stress is equal to E alpha delta T or alpha E delta T
where alpha is the linear thermal coefficient of expansion, E is the elastic modulus, and delta T is the change in temperature. Okay, so there are two types. Thermal fatigue എന്ന് പറയുന്നത് എന്താണ്? ഈ failure occurs after repeated application of thermal stress. നേരത്തെ പറഞ്ഞ ഈ thermal stress അല്ലെങ്കിൽ ഈ thermal stress variation അത് ഉണ്ടാകുമ്പോഴാണ് എന്ത് സംഭവിക്കുന്നത്? തെർമൽ ഫാറ്റീഗ് വരുന്നത്, അല്ലെ? അല്ലെങ്കിൽ റിപ്പീറ്റഡ് അപ്ലിക്കേഷൻ ഓഫ് തെർമൽ സ്ട്രെസ്, it will leads to a thermal fatigue. So what is thermal shock? Thermal shock is a different term. If the failure occurs by a single application of thermal stress, it is called thermal shock. നമ്മൾ ഒരു പ്രാവശ്യം മാത്രം ടെമ്പറേച്ചർ ചേഞ്ച് കൊണ്ടുള്ള ചേഞ്ച് ഇൻ ഡയമെൻഷൻസ് ഉണ്ടാകുന്നതായിരിക്കാം. സോ അതിനെ നമ്മൾ പറയുന്നത് തെർമൽ ഷോക്ക് എന്നാണ്. So there the change will be more or it will be there will be a considerable change in dimensions because ഒരു high temperature, sudden variation in temperature ആയിരിക്കും. ഒരു ഡെൽറ്റ ടി വിൽ ബി വെരി ഹൈ. അപ്പോൾ ഇവിടെ സ്ട്രെസ് ഉണ്ടാകുമ്പോൾ പറയുന്നത് അവിടെ തെർമൽ ഫാറ്റീഗ് എന്ന ടേംസിൽ അത് ഫെയിൽ ആവുന്നത്. ബട്ട് തെർമൽ ഷോക്ക് നമ്മൾ പറയുന്നപ്പോൾ എപ്പോഴാണ്? ഇഫ് ദ ഫെയിലിയർ ഒക്കേഴ്സ് ബൈ എ സിംഗിൾ ആപ്ലിക്കേഷൻ ഓഫ് തെർമൽ സ്ട്രെസ്. സിംഗിൾ ആപ്ലിക്കേഷനിൽ തന്നെ അവിടെ ഒരു ഫെയിലിയർ ഉണ്ടാകുന്നെങ്കിൽ നമ്മൾ അതിനെ തെർമൽ ഷോക്ക് എന്ന് പറയും. നെക്സ്റ്റ് ഈസ് എഫക്ട് ഓൺ മെറ്റൽ കട്ടിംഗ് ടൂൾ ലൈഫ്. നമുക്കറിയുന്നതാണ് ദർ ആർ മെറ്റൽ കട്ടിങ്ങിന് അല്ലെ, നമ്മളെ മെഷീൻ ടൂൾസിൽ ഫോർ എക്സാമ്പിൾ ലേത്ത്, ഷേപ്പർ മെഷീൻ, മില്ലിംഗ് മെഷീൻ, ഞാൻ നമ്മൾ കൺവെൻഷണൽ യൂസ് ചെയ്യുന്ന മെഷീൻ ടൂൾസ് ആണ്. അഡ്വാൻസ്ഡ് ആയിട്ട് നമ്മൾ CNCs, DNCs അത്ര മൾട്ടിപർപ്പസ് മെഷീൻസ് ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട് അല്ലെ. സോ ഇൻ ഓൾ ദീസ് മെഷീനറീസ് വി ആർ യൂസിങ് കട്ടിംഗ് ടൂൾസ്. Okay, so all these machineries we are using cutting tools. So cutting tools are there, it will be metals or metal ceramics or abrasives. ഇതൊക്കെയാണ് നമ്മൾ അതിന്റെ കട്ടിംഗ് ടൂൾസ് ആയിട്ട് ഉപയോഗിക്കുന്നത് അല്ലെ. നമുക്കറിയാം ഡിഫറെന്റ് കട്ടിംഗ് ടൂൾസ്, ഹൈ സ്പീഡ് സ്റ്റീൽ ഉപയോഗിക്കാം, ഹൈ കാർബൺ സ്റ്റീൽസ് ഉപയോഗിക്കാം. നമ്മൾ പിന്നെ ഗ്രൈൻഡിങ് വീൽസ് എല്ലാണെങ്കിൽ അബ്രസീവ്സ് ഉപയോഗിക്കുന്നുണ്ട് അല്ലെ. ഇപ്പൊ സെർമെറ്റ്സ് പോലത്തെ കട്ടിംഗ് ടൂൾ ടിപ്സ് ഉപയോഗിക്കുന്നുണ്ട്. സോ ഇതൊക്കെ ഡിഫറെന്റ് കട്ടിംഗ് ടൂൾസ് ആണ് അല്ലെ. So this thermal fatigue have a considerable effect on this cutting tool also. So what is the effect on metal cutting tool life? Tool life in അത് എങ്ങനെ എഫക്ട് ചെയ്യുന്നു? So in machining operation in which there is interrupted cutting such as milling, heat is generated at each cut. അപ്പോൾ ചില പർട്ടിക്കുലർ ഓപ്പറേഷൻ ഉണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ലെയ്ത്ത് ഓപ്പറേഷൻ നോക്കുകയാണെങ്കിൽ നിങ്ങൾ ലെയ്ത്ത് ചെയ്തിട്ടുണ്ടാവില്ല, പക്ഷെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇൻ ലെയ്ത്ത് ഓപ്പറേഷൻ whenever we are doing a turning operation or a facing operation, the cut is going to be continuous. അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് കട്ട് എടുക്കുക ചെയ്തത്. So whatever the heat generated, it will be continuous ആയിട്ട് ആ സെയിം ഹീറ്റ് കൂടിക്കൊണ്ടിരിക്കുന്നതാണ്. There is no fluctuation. But there are certain other operation in which interrupted cutting is done, such as in milling process. So അവിടെ നമ്മൾ ഒരു പ്രാവശ്യം കട്ട് ചെയ്തു, then വീണ്ടും ടൂൾ എടുത്തു, then വീണ്ടും സെയിം കട്ടിംഗ് ഓപ്പറേഷൻ ചെയ്യും at another position. So that is an interrupted cutting. So during each cutting operation heat is generated. സോ അപ്പോൾ കട്ടിങ് നിർത്തിയാൽ അപ്പോൾ തന്നെ എന്ത് സംഭവിക്കും? ഇത് കൂൾ ചെയ്യാൻ വേണ്ടി തുടങ്ങും. വീണ്ടും ഹീറ്റ് കൂടും. സോ സച്ച് ടൂൾ ഈ സബ്ജക്ട് ടു എ ഹീറ്റിംഗ് ആൻഡ് കൂളിംഗ് സൈക്കിൾ അല്ലെ. അവിടെ ഹീറ്റ് കൂടുകയും ചെയ്യും, ഹീറ്റ് കുറയുകയും ചെയ്യും. സോ അവിടെ എന്ത് സംഭവിക്കും? അവിടെ തെർമൽ ഫാറ്റിക് ഉണ്ടാവും അല്ലെ. സോ ഇഫ് ദ തെർമൽ കണ്ടക്ടിവിറ്റി ഓഫ് ദ ടൂൾ മെറ്റീരിയൽ ഈസ് ലോ ആൻഡ് ദ കോഎഫിഷ്യന്റ് ഓഫ് തെർമൽ എക്സ്പാൻഷൻ ഈസ് ഹൈ, ടൂൾ ഫെയിലിയർ ക്യാൻ ടേക്ക് പ്ലേസ്. സോ അത്തരത്തിലുള്ള കണ്ടീഷൻ എന്താകും? ദ ടൂൾ വിൽ ഫെയിൽ. അപ്പൊ എന്താണ് തെർമൽ കണ്ടക്ടിവിറ്റി? തെർമൽ എനർജി അല്ലെങ്കിൽ ടെമ്പറേച്ചർ കടത്തിവിടാനുള്ള ഒരു മെറ്റീരിയലിന്റെ കഴിവിനെയാണ് നമ്മൾ അതിന്റെ തെർമൽ കണ്ടക്ടിവിറ്റി പറയുന്നത് അല്ലെ. ഫോർ എക്സാമ്പിൾ ഇപ്പൊ തെർമൽ കണ്ടക്ടിവിറ്റി കൂടിയ ഒരു മെറ്റലാണ് നമുക്ക് സിൽവർ എന്ന് പറയാം. സിൽവർ പീസ്, സിൽവർ റോഡ് ആണെങ്കിൽ അതിന് തെർമൽ കണ്ടക്ടിവിറ്റി കൂടുതലാണ് അല്ലെ. അല്ലെങ്കിൽ കോപ്പർ, അതിന് തെർമൽ കണ്ടക്ടിവിറ്റി ഉണ്ട്. നമുക്കറിയാം പ്ലാസ്റ്റിക്സോ അല്ലെ റബ്ബറോ എടുത്താൽ തെർമൽ കണ്ടക്ടിവിറ്റി ഇല്ല. നമുക്കറിയാം ഏതൊക്കെയാണ് തെർമൽ കണ്ടക്ടിവിറ്റി ഉള്ളത്, ഇല്ലാത്തത് ഏതൊക്കെ നമുക്കറിയാം. സ്റ്റീൽ, അലൂമിനിയം, ഇതിനൊക്കെ തെർമൽ കണ്ടക്ടിവിറ്റി ഉണ്ടല്ലേ. സോ ദ തെർമൽ കണ്ടക്ടിവിറ്റി ഓഫ് ഡിഫറെന്റ് മെറ്റീരിയൽ വിൽ ബി ഡിഫറെന്റ് വാല്യൂസ്. സോ ഇഫ് ഫോർ ദാറ്റ് മെറ്റീരിയൽ, നമ്മൾ യൂസ് ചെയ്യുന്ന മെറ്റീരിയൽ തെർമൽ കട്ടിംഗ് ടൂൾ ആയിട്ട് യൂസ് ചെയ്യുന്ന മെറ്റീരിയൽ, ഇഫ് ദ തെർമൽ കണ്ടക്ടിവിറ്റി ഓഫ് ദ ടൂൾ മെറ്റീരിയൽ ഈസ് ലോ, ദാറ്റ് മീൻസ് തെർമലി അത് കണ്ടക്ട് ചെയ്യുന്നത് കുറവാണ് അല്ലെ. ദാറ്റ് മീൻസ് ആ ടൂളിൽ തന്നെ ഒരുപാട് ഹീറ്റ് അവിടെ നിലനിൽക്കും, അത് കണ്ടക്ട് ചെയ്തിട്ട് പുറത്തേക്ക് പോകുന്നില്ല, അല്ലെങ്കിൽ വേറെ സ്ഥലത്തേക്ക് അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യൂല പെട്ടെന്ന്. ആൻഡ് ദ തെർമൽ കോഎഫിഷ്യന്റ് ഓർ ദ കോഎഫിഷ്യന്റ് ഓഫ് തെർമൽ എക്സ്പാൻഷൻ ഈസ് ഹൈ. കോഎഫിഷ്യന്റ് ഓഫ് തെർമൽ എക്സ്പാൻഷൻ എന്താണ്? പെർ ഡിഗ്രി സെൽഷ്യസിൽ എത്രയാണ് ഇതിന്റെ ചേഞ്ച് ഇൻ ഡയമെൻഷൻ? ദാറ്റ് ഈസ് ദ തെർമൽ കോഎഫിഷ്യന്റ് ഓഫ് എക്സ്പാൻഷൻ.
1 ഡിഗ്രി സെൽഷ്യസ് ടെമ്പറേച്ചർ കൂടുമ്പോൾ എത്രയാണ് ഇതിന് ഡയമെൻഷനിൽ ചേഞ്ച് ഉണ്ടാവുന്നത്, എത്ര യൂണിറ്റ് ചേഞ്ച് ഉണ്ടാവുന്നുണ്ട് ഫോർ യൂണിറ്റ് ചേഞ്ച് ഇൻ ദി temperature. That is the thermal expansion or coefficient of expansion. So for the material, if the thermal conductivity is low and the coefficient of thermal expansion is high, a tool failure can take place soon. Okay. So അത് ഒരു ഈ തെർമൽ ഫാറ്റിക്കിൽ വരുന്ന ഒരു ചെറിയൊരു ടോപ്പിക്കാണ് എഫക്ട് ഓൺ മെറ്റൽ കട്ടിംഗ് ടൂൾ ലൈഫ്. ഓക്കെ, ഇമ്പോർട്ടൻ്റ് ആണ്. എഫക്ട് ഓൺ മെറ്റൽ കട്ടിംഗ് ടൂൾ ലൈഫ് സെപ്പറേറ്റ് ആയിട്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കാം. അപ്പോൾ നമ്മൾ ഇത് എവിടെയാണ് വരുന്നത് എന്നുള്ള കൺഫ്യൂഷൻ വന്നുകൂടാ. ഇത് വരുന്നത് ഫാറ്റിക് എന്നുള്ള ടോപ്പിക്കിൽ തെർമൽ ഫാറ്റിക് എന്നിലാണ് നമുക്ക് ഈ എഫക്ട് ഓൺ മെറ്റൽ കട്ടിംഗ് ടൂൾ ലൈഫ് എന്ന് വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ ഈസ് എ ഫാറ്റിക് ടെസ്റ്റ്. അപ്പോൾ ഫിഗർ ഷോസ് എ ഫാറ്റിക് ടെസ്റ്റിംഗ് മെഷീൻ. ഓൾറെഡി നമ്മൾ ക്രീപ്പ് ടെസ്റ്റ് നോക്കിയതാണ്. ക്രീപ്പ് ടെസ്റ്റിനും ഇതുപോലൊരു ക്രീപ്പ് ടെസ്റ്റിംഗ് മെഷീൻ ഉണ്ട് അല്ലേ. സോ നമ്മൾ എന്തിനാണ് ഈ ഫാറ്റിക് ടെസ്റ്റ് ചെയ്യുന്നത്? സോ we conduct the test to determine the capacity of a material to withstand cyclic stresses or repeated applied stresses. അപ്പോൾ റിപ്പീറ്റഡ് അപ്ലൈഡ് സ്ട്രെസ്സസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ ഒരു മെറ്റീരിയലിന്റെ കപ്പാസിറ്റി ഈ റിപ്പീറ്റഡ് സ്ട്രെസ് കൊടുക്കുമ്പോൾ അതിന് വിസ്റ്റാൻഡ് ചെയ്യാനുള്ള കപ്പാസിറ്റി അത് മനസ്സിലാക്കാനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഫാറ്റിക് ടെസ്റ്റ് ചെയ്യുന്നത് അല്ലേ. സോ ദർ ആർ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് മെഷീൻസ് യൂസ് ടു സ്റ്റഡി ദ ഫാറ്റിക് test or fatigue property of the material. So the figure here shows a rotating beam test machine. It's a commonly used machine for fatigue testing. It is a rotating beam test machine. അപ്പോൾ അതാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്കറിയാം ഇവിടെയുള്ള സ്പെസിമെൻ എവിടെയുള്ളത്, ഈ ഒരു പൊസിഷനിലാണ് അതിന്റെ സ്പെസിമെൻ ഉള്ളത്. ഓക്കെ, ഈ ഒരു പൊസിഷനിലാണ് സ്പെസിമെൻ കാണുന്നത് അല്ലേ. സോ യു ക്യാൻ സീ ദർ ഇസ് എ ലോഡഡ് വെയിറ്റ് ദർ അല്ലെ, ഒരു വെയിറ്റ് അവിടെ ലോഡ് ചെയ്തിട്ടുണ്ട്. സോ വേറെ എന്തൊക്കെ ഇവിടെ ഉണ്ട്, ഇവിടെ കുറെ കപ്ലിങ്സ് ഉണ്ട്, കോളറ്റ്സ് ഉണ്ട്. എന്തിനാണ് ഇതൊക്കെ കണക്ട് ചെയ്തിട്ടാണ് വെച്ചിട്ടുള്ളത്. ഓക്കെ, സോ ദാറ്റ് സ്പെസിമെൻ ക്യാൻ ബി റൊട്ടേറ്റഡ് ബൈ യൂസിങ് എ മോട്ടർ. ഒരു ഇലക്ട്രിക് മോട്ടർ ഉണ്ട്. സോ വി ക്യാൻ റൊട്ടേറ്റ് സ്പെസിമെൻ ബൈ യൂസിങ് എ ഇലക്ട്രിക് മോട്ടർ. ഓൾസോ ദർ ഇസ് എ വെയിറ്റ് ഓർ എ ഡെഡ് വെയിറ്റ് ഈസ് അറ്റാച്ച്ഡ് അറ്റ് ദി സ്പെസിമെൻ സെന്റർ അല്ലെ. സ്പെസിമെൻ സെന്റർ ആയിട്ട് ഒരു ഡെഡ് വെയിറ്റ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. Okay, so when the specimen is rotated by a motor, the center of the specimen will be under tension on the lower surface and compression on the upper surface due to attached weight. ഇപ്പം എന്താ ആക്ച്വലി ഇവിടെ സംഭവിക്കുന്നത്, ഞാൻ നേരത്തെ വരച്ച ഫിഗർ പോലെ, നമ്മളിപ്പോൾ തെർമൽ ഫാറ്റിക് ആൻഡ് ഫിഗർ വരച്ച പോലെ, ഇഫ് ദർ ഇസ് എ, ഇപ്പൊ ഇവിടെ സ്പെസിമെൻ ഈ ഒരു ഹൊറിസോണ്ടൽ ആയിട്ട് സ്പെസിമെൻ ഉണ്ടല്ലേ. സോ ഇൻ ദാറ്റ് വി ആർ ഗിവിംഗ് സർട്ടൻ ലോഡ് അല്ലെ, ലോഡ് നമ്മൾ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. So what happened? The specimen, there is a tendency for the specimen to sag. അതിന് ഇതുപോലെ സാഗ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാവും. സോ ഇനീഷ്യൽ പൊസിഷൻ അത് സാഗ് ചെയ്യും. സോ ഇഫ് ദിസ് ഈസ് ദ ആക്സിസ്, ആ ആക്സിസിന്റെ അപ്പർ പൊസിഷൻ എന്തായിരിക്കും, അവിടെ കംപ്രഷൻ ആയിരിക്കും ഉണ്ടാവുക. അതിന് ലോവർ പൊസിഷനിൽ നിന്നുണ്ടാവും ടെൻഷൻ ആയിരിക്കും ഉണ്ടാവുക. ഓക്കെ, സോ അറ്റ് ദ സെയിം ടൈം ദ മോട്ടർ ഈസ് റൊട്ടേറ്റിംഗ് ദ സ്പെസിമെൻ. അപ്പൊ മോട്ടർ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്, ഇത് ഇതിന്റെ കൂടെ തന്നെ റൊട്ടേറ്റും ചെയ്യുന്നുണ്ട്. ഇവിടെ വെയിറ്റ് കാരണമാണ് ഇത് ഇങ്ങനെ സാഗ് ചെയ്ത് നിൽക്കുന്നത്. അറ്റ് ദ സെയിം ടൈം ദ സ്പെസിമെൻ ഈസ് ഓൾസോ റൊട്ടേറ്റിംഗ്. സോ 180 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്ത് വരിക. അപ്പൊ എന്ത് സംഭവിക്കും, ഈ സാഗ് ചെയ്തത് ഭാഗം മുകളിലേക്ക് ഇങ്ങനെ പോയല്ലോ, ശരിയല്ലേ, അതിങ്ങനെ പോയി. പക്ഷെ വെയിറ്റ് താഴേക്കാണ്. അപ്പൊ അത് ചെയ്യും, അതിന്റെ റിവേഴ്സ് ഡയറക്ഷനിലേക്ക് അത് വീണ്ടും സാഗ് ചെയ്യാൻ വേണ്ടി തുടങ്ങും. ഓൾറെഡി ഇങ്ങനെയുള്ളത് വീണ്ടും സാഗ് ചെയ്യാനുള്ള ടെൻഡൻസി വരും അല്ലെ. പക്ഷെ ഓരോ തവണയും എന്ത് സംഭവിക്കുന്നുണ്ട്, ദ മോട്ടർ ഈസ് റൊട്ടേറ്റിംഗ് ദ സ്പെസിമെൻ. സോ അവിടെ എന്ത് സംഭവിക്കും, റിപ്പീറ്റഡ് ആയിട്ട് കംപ്രഷനും ടെൻഷനും ഈ പറയുന്ന ആക്സിസിന്റെ രണ്ട് ഭാഗത്തായിട്ട് അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കും. സോ ഇറ്റ് വിൽ ബി പ്രൊഡോമിനന്റ് അറ്റ് ദി സെന്റർ ഓർ ദ മിഡിൽ പോർഷൻ ഓഫ് ദി സ്പെസിമെൻ. ഓക്കെ, അപ്പൊ ഇതിന്റെ റവല്യൂഷൻ കൂടുന്നതനുസരിച്ചിട്ട് എന്താവും, ഇതിന്റെ സൈക്ലിക് ഇത് ചേഞ്ച് ഇൻ ദ സൈക്കിൾ അല്ലെ. ഓരോ റവല്യൂഷനിൽ എന്തായിരിക്കും, ഇപ്പോൾ ഇഫ് ദർ ഇസ് നോ റവല്യൂഷൻ, നമ്മൾ ഒന്നും അതിനെ റൊട്ടേറ്റ് ചെയ്യാണ്ട് ജസ്റ്റ് വെയിറ്റ് മാത്രം ഹാങ് ചെയ്തിടാൻ എന്താ സംഭവിക്കുക, ഒന്നും സംഭവിക്കുള്ളൂ. അവിടെ ജസ്റ്റ് അത് സാഗ് ചെയ്ത് നിൽക്കും. സാഗ് ചെയ്ത് നിൽക്കുന്ന സ്പെസിമെന്റെ ദ ലോവർ പോർഷൻ വിൽ ബി ഹാവിംഗ് ടെൻഷൻ, അപ്പർ പോർഷൻ വിൽ ബി ഹാവിംഗ് കംപ്രഷൻ. ഓക്കെ, അപ്പൊ അവിടെ എന്ത് സംഭവിക്കുന്നു, ഒരു കോൺസ്റ്റന്റ് സ്റ്റാറ്റിക് ലോഡിംഗ് കണ്ടീഷൻ മാത്രമേ അവിടെ പറയാൻ വേണ്ടി പറ്റൂ. അവിടെ ഫാറ്റിക് എന്നുള്ള പരിപാടി വരുന്നില്ല അല്ലെ. ഫാറ്റിക് വരണമെങ്കിൽ എന്ത് സംഭവിക്കണം, ദർ വിൽ ബി എ സൈക്ലിക് ലോഡിംഗ് ഓർ എ റിപ്പീറ്റഡ് സ്ട്രെസ് ഷുഡ് ബി അപ്ലൈഡ് ദർ അല്ലെ. അപ്പൊ ഇതിനെ റിപ്പീറ്റ് ചെയ്യിപ്പിക്കാൻ എന്താ ചെയ്യേണ്ടത്, നമ്മൾ അവിടെ ഒരു റവല്യൂഷൻ അതിനെ റൊട്ടേറ്റ് ചെയ്തു ഇലക്ട്രിക് മോട്ടോർ വെച്ചിട്ട്. അപ്പൊ ഇത് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ സംഭവിക്കും, ഇത് 180 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യുമ്പോൾ സംഭവിക്കും, അത് സാഗ് ചെയ്തത് മുകളിലേക്ക് പോയി അല്ലെ, അതിങ്ങനെ ഹോഗിങ് പൊസിഷനിലേക്ക് വന്നു. പക്ഷെ വെയിറ്റ് താഴേക്കാണ്ട് വീണ്ടും അത് സാഗ് ചെയ്യാനുള്ള ടെൻഡൻസി ഉണ്ടാവും. അപ്പോൾ താഴേക്ക് വരാൻ ശ്രമിക്കും, ബട്ട് വീണ്ടും അത് റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട്.
ഇപ്പൊ എന്ത് സംഭവിക്കും? ഈ റോഡിനെ അത് അങ്ങോട്ടും ഇങ്ങോട്ടും അതല്ല, നമ്മളിപ്പോ സാധാരണ ഒരു അലൂമിനിയത്തിന്റെ ഒരു ചെറിയ റോഡ് ഉണ്ടെങ്കിൽ നമുക്ക് വളക്കാൻ പറ്റുന്ന റോഡുണ്ട്. നമ്മൾ അതിനെ എങ്ങനെയാ പൊളിച്ചെടുക്കുക? നമ്മൾ അതിനെ വളച്ചു കഴിഞ്ഞാൽ അത് പൊളിക്കില്ല. നമ്മൾ വളച്ചിട്ട് തിരിച്ച് അതിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് വളക്കും, പിന്നെ വീണ്ടും അതിന്റെ ഓപ്പോസിറ്റ് വളക്കും, അല്ലെ? അങ്ങോട്ടും ഇങ്ങോട്ടും വളച്ചാണ് നമ്മൾ പൊട്ടിക്കുന്നത്. അപ്പൊ അവിടെ ആക്ച്വലി എന്താ സംഭവിക്കുന്നത്? വെച്ചാൽ നമ്മളിപ്പോ അലൂമിനിയത്തിന്റെ റോഡാണെങ്കിൽ ആ റോഡിന്റെ ആക്സിസിന്റെ മുകൾ ഭാഗത്ത് നമ്മൾ എങ്ങോട്ടേക്കാണോ വളക്കുന്നത്, ആ വളക്കുന്നതിന്റെ ആ ഡയറക്ഷനിലെ ആക്സിസിന്റെ താഴെ ഭാഗത്ത് അവിടെ ടെൻഷൻ ആയിരിക്കും അവിടെ പ്ലേ ചെയ്യുന്നത്. മുകൾ ഭാഗത്ത് താഴെ ഭാഗത്ത് കംപ്രഷൻ ആയിരിക്കും പ്ലേ ചെയ്യുന്നത്, മുകൾ ഭാഗത്ത് ടെൻഷൻ ആയിരിക്കും പ്ലേ ചെയ്യുന്നത്. ഓക്കെ, നമ്മൾ തിരിച്ചു വളക്കുമ്പോഴോ അതിന്റെ ഓപ്പോസിറ്റ് പ്ലേ ചെയ്യും. അപ്പൊ റിപ്പീറ്റഡ് ആയിട്ട് ഇത് വരുമ്പോഴാണ് അവിടെ ആ ഫെയിലിയർ സംഭവിക്കുന്നത്, നമുക്കത് പൊളിക്കാൻ വേണ്ടി പറ്റുന്നത്. ഓക്കെ, അത് ഫ്രാക്ചർ സംഭവിക്കുന്നത്. സിമിലർലി ഇവിടെയും നമ്മൾ ഒരു വെയിറ്റ് കൊടുത്തിട്ടുണ്ട്, പക്ഷെ ഇത് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ എന്താകും? അവിടെ റിപ്പീറ്റഡ് ആയിട്ട് സ്ട്രെസ് അപ്ലൈ ചെയ്യും. സോ ദ മെറ്റീരിയൽ വിൽ ഫെയിൽ. ഇപ്പൊ എത്ര കൗണ്ട് ഇവിടെ നമുക്ക് എടുക്കാം, എത്ര കൗണ്ടിലാണ് അത് ഫെയിൽ ആയത്? ദർ ഇസ് എ റെവല്യൂഷൻ കൗണ്ടർ ഹിയർ. ഓക്കെ, സോ ഇപ്പൊ നമ്മളിവിടെ എന്താ സംഭവിക്കുന്നത്? ദർ ഇസ് എ മാക്സിമം ദ നമ്പർ ഓഫ് സൈക്കിൾസ് ഫോർ ഫെയിലിയർ ടു occur depends on the value of applied stress, അല്ലെ? അപ്പോൾ നമ്മൾ ഇവിടെ നമുക്ക് എത്ര സൈക്കിളിലാണ് ഇത് ഫെയിൽ ചെയ്യാൻ കൗണ്ട് ചെയ്യുക. അപ്പൊ നമ്മൾ അപ്ലൈഡ് സ്ട്രെസ് കൂടുതലാണെങ്കിൽ the number of cycles will be less. The applied stress is less, the number of cycles will be more. So the number of cycles for failure to occur depends on the value of applied stresses. So when the applied stress is high, the number of cycles to failure will be small. So as the stress is reduced, failure can be expected after a large number of cycles. So when the applied stress is lowered again, നമ്മൾ ഫർദർ അതിനെ ലോവർ ചെയ്യണമെങ്കിലോ, and ultimate value will be reached, so below which failure will not take place within the limits of the test. നമുക്കറിയാം there is a limit called fatigue limit or endurance limit. ആ endurance limit താഴെ എത്തി കഴിഞ്ഞാൽ എന്താണ്? പിന്നെ നമ്മൾ എത്ര സൈക്കിൾ കൊടുത്താലും നമുക്ക് ഫെയിലിയർ ഉണ്ടാവില്ല. സോ endurance limit പറയുന്നത് എന്താണ്? ഒരു particular amount of stress വാല്യൂവിനാണ് നമ്മൾ endurance limit പറയുന്നത്. So below that endurance limit there will not be any failure even after giving infinite number of cycles. ഓക്കെ, ഇൻഫിനിറ്റ് നമ്പർ ഓഫ് നമ്മൾ സൈക്കിൾ ഓപ്പറേഷൻ ചെയ്താലും അല്ലെങ്കിൽ സൈക്കിൾസ് കൊടുത്താലും എന്താണ് അവിടെ ഫെയിലിയർ ഉണ്ടാവില്ല. സോ ദാറ്റ് വാല്യൂ ഓഫ് സ്ട്രെസ് ഈസ് കോൾഡ് ദ എൻഡറൻസ് ലിമിറ്റ് ഓർ ദ ഫാറ്റിക് ലിമിറ്റ്. ഓക്കെ, അപ്പൊ നമ്മൾ ഈ ടെസ്റ്റ് ചെയ്തു, ഫാറ്റിക് ടെസ്റ്റ് ചെയ്തു. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? ഒരു ഗ്രാഫ് നമുക്ക് പ്ലോട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. നമ്മൾ ആ ഗ്രാഫിനെയാണ് SN കർവ് എന്ന് പറയുന്നത്, അല്ലെ? SN കർവിൽ നമുക്ക് എൻഡറൻസ് ലിമിറ്റ് ഒക്കെ കാണിക്കാം. So this is for one specimen. So similarly, some 8 to 10 or 8 to 12 specimens of the same material are tested, അല്ലെ? ഡിഫറെന്റ് ഡയമെൻഷൻസിലെ സെയിം സ്പെസിമെൻ നമ്മൾ ടെസ്റ്റ് ചെയ്യും. So they will be tested, each specimen will be tested under different stress levels, and the final result will be plotted on a graph with x-axis will be a logarithmic value of number of cycles to failure, okay, and y-axis will be the stress. Y-axis will be the stress amplitude. So the curve thus obtained is called the SN curve. Okay. സോ അപ്പൊ നമ്മൾ ഈ ചെയ്ത ടെസ്റ്റിന്റെ റിസൾട്ട് അല്ലെങ്കിൽ ഇത് നമ്മൾ എങ്ങനെയാണ് ഈ ടെസ്റ്റ് ഇതിനെ അനലൈസ് ചെയ്യുന്നത്? സോ ദ റിസൾട്ട് ഓഫ് ദ ഫാറ്റിക് ടെസ്റ്റ് ആർ അനലൈസ്ഡ് ആൻഡ് കൺക്ലൂഡഡ് ബേസ്ഡ് ഓൺ ദ SN കർവ് ഒബ്റ്റൈൻഡ്. ഓക്കെ, നമുക്ക് ഒബ്റ്റൈൻ ചെയ്ത SN കർവ് ബേസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ അതിന്റെ കൺക്ലൂഷനിലേക്ക് എത്തുക. അപ്പോൾ ഫാറ്റിക് ടെസ്റ്റ് ചെയ്തു, നമ്മളത് വെച്ചിട്ടൊരു ഗ്രാഫ് പ്ലോട്ട് ചെയ്തു, അത് വെച്ചിട്ടാണ് നമ്മൾ അതിന്റെ കൺക്ലൂഷനിലേക്ക് എത്തുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഫാറ്റിക്കിനെ കുറിച്ചിട്ട് നമുക്കിതിൽ നോക്കാനുള്ളത്. സോ ദർ ഈസ് അനദർ ടോപ്പിക്, വേറൊരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് ഉണ്ട് ഈ മൊഡ്യൂളിൽ തന്നെ. ജസ്റ്റ് ആ ടോപ്പിക് മാത്രമാണ് നോക്കുന്നത്. ദാറ്റ് ഈസ് കാസ്റ്റ് അയൺ. കാസ്റ്റ് അയൺ ആൻഡ് ഇറ്റ്സ് ക്ലാസിഫിക്കേഷൻ വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ എന്താണ് കാസ്റ്റ് അയൺ? എന്താണ് കാസ്റ്റ് അയൺ? ആരെങ്കിലും ഒന്ന് പറഞ്ഞാട്ടെ. കാർത്തിക്, എന്താണ് കാസ്റ്റ് അയൺ? കാർത്തിക് കൊത്തേരി. നിങ്ങൾ ക്ലാസ്സിൽ വന്ന് അറ്റൻഡൻസ് വിളിച്ചിട്ട് പോവാണെങ്കിൽ ഞാൻ ആബ്സെന്റ് മാർക്ക് ചെയ്യുവേ. കാർത്തിക് ഇല്ല. അസഫ്, മുഹമ്മദ് അസഫ്. യെസ് സർ. യെസ് സർ. അസഫ്, എന്താണ് കാസ്റ്റ് അയൺ? എന്താണ് കാസ്റ്റ് അയൺ?
അല്ലെങ്കിൽ അതിന്റെ മെയിൻ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ് കാസ്റ്റ് ചെയ്യേണ്ടത്? അയൺ കാർബൺ അലോയ് അല്ലേ? അയൺ കാർബൺ അലോയ് ആണ്. എന്തൊക്കെയാണുള്ളത് അതിൽ? അയൺ കാർബൺ അലോയ് അല്ലേ? അപ്പൊ അതിന്റെ എങ്ങനെയാണ് അതിന്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയുണ്ടാ? കാർബൺ ഉണ്ടാവും. എത്ര പെർസെന്റേജ് ആണ് കാർബൺ ഉണ്ടാവില്ല? ഏതിലാണ് നമ്മൾ കാർബൺ ആഡ് ചെയ്യുന്നത്? നമ്മൾ കാർബൺ ഏതിലേക്കാണ് ആഡ് ചെയ്യുന്നത്? അയണിലേക്ക് നമ്മൾ കാർബൺ ആഡ് ചെയ്യല്ലേ ചെയ്യുന്നത്, അല്ലേ? കാർബൺ നമ്മൾ എലോയ്സ് പഠിച്ചതല്ലേ? എലോയ്സ് പഠിക്കുമ്പോൾ നമ്മൾ എന്താ ചെയ്തത്? നമ്മൾ അയൺ ആണ് കൂടുതലായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു മെറ്റീരിയൽ ആണ് അയൺ, അല്ല മെറ്റലാണ് അയൺ. പക്ഷെ അയൺ അതിന്റെ പ്യൂറസ്റ്റ് ഫോമിൽ നമ്മൾ യൂസ് ചെയ്യൂല. കാരണം അയൺ ഒരു സോഫ്റ്റ് മെറ്റലാണ്. നമുക്ക് അതിന്റെ പ്രോപ്പർട്ടി ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അതിനെ അലോയിങ് ചെയ്യുന്നത്, അല്ലെ? അപ്പൊ അതിലേക്ക് നമ്മൾ ആഡ് ചെയ്യുന്ന ഒരു എലമെന്റ് ആണ് കാർബൺ. അപ്പൊ കാർബണിന്റെ പെർസെന്റേജ് അനുസരിച്ചിട്ട് എന്ത് സംഭവിക്കും? ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സ്റ്റീൽ നമുക്ക് കിട്ടും, അല്ലെ? അല്ലെ? അപ്പൊ അതിൽ 2% കൂടുതൽ കാർബൺ വരുമ്പോഴാണ് നമുക്ക് ഈ കാസ്റ്റ് അയൺ കിട്ടുന്നത്, ശരിയല്ലേ? ഓക്കെ, നിങ്ങൾ ഇതൊക്കെ നിങ്ങൾ ക്ലാസ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ എല്ലാം ഒന്ന് വായിച്ചു നോക്കണ്ട, ഇത് മനസ്സിലാവില്ല. എന്താണ് മുക്താസിം എന്താണ് കാസ്റ്റ് അയൺ? എന്താണ് കാസ്റ്റ് അയണും സ്റ്റീലും തമ്മിലുള്ള ഡിഫറൻസ്? കാസ്റ്റ് അയൺ എന്ന് വെച്ചാൽ അയണും കാർബണും തമ്മിലുള്ള മിക്സ്ചർ അല്ലേ? അപ്പൊ സ്റ്റീലോ? സ്റ്റീലാ? സ്റ്റീൽ എന്താന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഞാൻ ക്ലാസ് എടുത്തല്ലോ വെറുതെ ആയല്ലേ ഇപ്പം? നിങ്ങൾ ഇങ്ങനത്തെ പോലത്തെ ഒരു ഫിഗർ ഓക്കെ, ഇത് നോക്കിയാൽ മനസ്സിലാവും നിങ്ങൾക്ക്. ഇതെന്താ ചെയ്യുന്നത് ആക്ച്വലി? ഇതെന്താ സംഭവം മുക്താസിമേ? എന്താ സംഭവം ഈ ഫിഗർ? എവിടെയാ നമ്മളിത് പഠിച്ചത് ഈ ഫിഗർ? എന്താണ് ഈ ഫിഗറിന്റെ പേരെന്താണ്? മുഹമ്മദ് സമ. എന്താണ് ഈ ഫിഗറിന്റെ പേര്? നിവേദ് കുമാർ. എന്താണ് ഈ ഫിഗറിന്റെ പേരെന്താണ്? എന്ത് ഡയഗ്രാമാണിത്? എന്താണ്? സരുൺ രാജീവ്. ഈ ഫിഗറിന്റെ പേരെന്താ? എന്ത് ഫിഗറാണിത്? അയൺ കാർബൺ ഇക്വിലിബ്രിയം ഡയഗ്രാം. അപ്പൊ നമ്മൾ ഇത് പഠിച്ചത് എവിടെയാണ്? നമ്മൾ ഫേസ് ഡയഗ്രാം അല്ലെങ്കിൽ ഇക്വിലിബ്രിയം ഡയഗ്രാം പഠിക്കുമ്പോഴാണ് ഇതൊക്കെ പഠിച്ചത്, അല്ലെ? മുക്താസിം, മുഹമ്മദ് സമ, നിവേദ്, നിങ്ങൾക്ക് ഇതൊന്നും അറിയില്ലെങ്കിൽ ഇത് ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ് അതിലല്ലേ? അയൺ കാർബൺ ഇക്വിലിബ്രിയം ഡയഗ്രാം നമ്മളോട് സെപ്പറേറ്റ് നിങ്ങൾക്ക് എക്സാമിന് ഇട്ട ചോദ്യമാണ്. നിങ്ങളെ കൊണ്ട് അത് ഞാൻ അസൈൻമെന്റ് ആയിട്ട് വരപ്പിച്ചതാണ്, കാരണം അത്ര ഇമ്പോർട്ടന്റ് ആയതുകൊണ്ടാണ് അത് വരപ്പിച്ചത്, അല്ലേ? ഫേസ് ഡയഗ്രാം എങ്ങനെയാ കൺസ്ട്രക്ട് ചെയ്യുന്നത് നമ്മൾ നോക്കി, കുറെ ടൈപ്സ് ഓഫ് ഫേസ് ഡയഗ്രാം നോക്കി. അതൊക്കെ ഇമ്പോർട്ടന്റ് ടോപ്പിക്സ് ആണ്. അതിൽ വരുന്ന ഒരു വെരി ഇമ്പോർട്ടന്റ് ടോപ്പിക്കാണ് അയൺ കാർബൺ ഇക്വിലിബ്രിയം ഡയഗ്രാം അല്ലെങ്കിൽ അയൺ കാർബൺ ഫേസ് ഡയഗ്രാം. അതിന്റെ പ്ലോട്ടാണ് ഇവിടെ കാണിക്കുന്നത്, അതിന്റെ ഗ്രാഫ്. ഇപ്പൊ എന്താണ് അതിൽ ചെയ്യുന്നത്? ഫേസ് ഡയഗ്രാം എന്ന് പറയുമ്പോൾ അതിൽ എന്താണ്, എന്തിനാണ് നമ്മൾ വരക്കുന്നത്? എന്തിന്റെ ഫേസ് ഡയഗ്രാം നമ്മൾ വരക്കുന്നത്? അലോയ്സിന്റെ, അല്ലെ? എന്തിനാണ് അലോയിങ് ചെയ്യുന്നത്? അലോയിങ് ചെയ്യുന്ന പറഞ്ഞാൽ നമ്മളെ പ്യുവർ മെറ്റലിന്റെ കേസിൽ അതിന്റെ മെറ്റൽസിന്റെ ഒക്കെ പ്രോപ്പർട്ടീസ് നമ്മളെ
റിക്വയർമെന്റ്സ് മീറ്റ് നമ്മൾ റിക്വയർമെന്റ്സ് മീറ്റ് ചെയ്യൂല. നമ്മൾ ഡിഫറെന്റ് ആപ്ലിക്കേഷൻസ് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ഡിഫറെന്റ് വെറൈറ്റീസ് ഓഫ് പ്രോപ്പർട്ടീസ് ആവശ്യമാണ് അല്ലേ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ അതിൽ ഒരു പ്രോസസ് ചെയ്യും. എന്താണ് അലോയിങ് ഈസ് എ പ്രോസസ് in order to change or in order to get an improvement in the properties of these different elements. അയൺ ആയാലോ അലൂമിനിയം ആയാലോ ഏത് ഒരു എലമെന്റ് ആണെങ്കിൽ നമുക്ക് അതിൽ കോപ്പർ ആയാലോ അതിൽ നമുക്ക് വേറെ എലമെന്റ്സ് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, പുതിയ പ്രോപ്പർട്ടി ചേഞ്ചസ് കിട്ടും, പുതിയൊരു മെറ്റീരിയൽ കിട്ടും. ആ മെറ്റീരിയലിനെയാണ് നമ്മൾ അലോയ് എന്ന് പറയുന്നത്. ഈ അലോയ്സിൽ ഏറ്റവും കൂടുതൽ മെക്കാനിക്കൽ എഞ്ചിനീയേഴ്സ് യൂസ് ചെയ്യുന്ന, അല്ലെങ്കിൽ കൺസ്ട്രക്ഷൻ, അല്ലെങ്കിൽ നമ്മളെ ഡിഫറെന്റ് മാനുഫാക്ചറിങ് പ്രോസസ്സിൽ ഒരുപാട് യൂസ് ചെയ്യുന്ന ഒരു അലോയ് ആണ് സ്റ്റീൽ. അതിനെ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഒരു അലോയ് എന്ന് പറയുമ്പോൾ അതിൽ എന്തുണ്ടാവും, ദർ വിൽ ബി എ ബേസ് മെറ്റൽ അല്ലെ. ഒരു സാധനത്തിൽ വേറെ ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് അലോയ് കിട്ടുന്നത്. ബേസ് മെറ്റൽ ഇയർ ഈസ് അയൺ. ഇവിടെ ഉപയോഗിക്കുന്ന ബേസ് മെറ്റൽ അയൺ ആണ്. അയണിലേക്ക് നമ്മൾ കാർബൺ ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഈ പറയുന്ന സ്റ്റീൽ കിട്ടുന്നത്. അപ്പൊ തന്നെയാണ് കാസ്റ്റ് അയണും കിട്ടുന്നത്. അതാണ് ഈ ഗ്രാഫിൽ കാണിക്കുന്നത് അല്ലെ. അപ്പൊ അതിനുള്ളിൽ ഡിഫറെന്റ് ടെമ്പറേച്ചറിൽ ഡിഫറെന്റ് ഓസ്റ്റനേറ്റ്, അതിന് ഡിഫറെന്റ് ഫോംസിൽ അത് എക്സിസ്റ്റ് ചെയ്യും ഓരോ ടെമ്പറേച്ചർ ലെവലും. ചില സമയത്ത് അത് സോളിഡ് ഫേസിലായിരിക്കും, ചിലപ്പോൾ അത് ലിക്വിഡ് ഫേസിലായിരിക്കും, ചിലപ്പോൾ സോളിഡ് പ്ലസ് ലിക്വിഡ് ഫേസിലായിരിക്കും. അപ്പോൾ ഓരോ ടെമ്പറേച്ചറിലും ഓരോ കോമ്പോസിഷൻ ഓഫ് കാർബൺ കണ്ടന്റിലും അതിന് ഡിഫറെന്റ് പേരിലാണ് അത് അറിയപ്പെടുന്നത്. ഓക്കെ. അപ്പൊ നോക്കിയാൽ ഇവിടെ നോക്കിയാൽ നിങ്ങൾ ഇവിടെ താഴെ ലോവർ മോസ്റ്റ് ലെഫ്റ്റ് കോർണറിൽ എന്താ ഉള്ളത്, 0% ആണ് ഉള്ളത് അല്ലെ. എന്താണ് അതിലേക്ക് ആഡ് ചെയ്യുന്നത്, കോമ്പോസിഷൻ, വെയിറ്റ് പെർസെന്റേജ് ഓഫ് കാർബൺ. ഇതിൽ കാർബൺ ആഡ് ചെയ്തുകൊണ്ട് പോവാം അല്ലെ. സോ അറ്റ് ദ ലോവർ മോസ്റ്റ് കോർണർ ഇറ്റ് ഈസ് 0% കാർബൺ. സോ വി ആർ ഇൻക്രീസിംഗ് ദ കാർബൺ ലൈക്ക് 1, 2, 3, 4, 5, 6, 6.7% കാർബൺ വരെ മാത്രമേ ഇതിൽ കാണിക്കുന്നുള്ളൂ. ബിക്കോസ് ബിയോണ്ട് 6.7% കാർബൺ ഇറ്റ് വിൽ ബി സിമെന്റേറ്റ് ഓർ ഇറ്റ് ഈസ് നോട്ട്. നമുക്ക് അത് പഠിക്കേണ്ട ആവശ്യമില്ല. അവിടെ നമുക്ക് പഠിക്കാൻ മാത്രമായിട്ടൊന്നുമില്ല. മെയിൻ ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇത്രയും പെർസെന്റേജിലാണ് നമുക്ക് കിട്ടുന്നത്. അതുകൊണ്ടാണ് നമ്മൾ 6.67% മാത്രം പഠിക്കുന്നത്. ഫോർ അതർ അലോയ് ഐസോമോർഫസ് സിസ്റ്റത്തിലൊക്കെ നമ്മൾ എന്താ 0 to 100% നോക്കുന്നുണ്ടല്ലേ. കോപ്പർ നിക്കൽ അലോയ് സിസ്റ്റത്തിൽ നമ്മൾ 0 to 100% കോപ്പറിൽ നിക്കൽ ആഡ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ ഇറ്റ് വിൽ ബി 100% കോപ്പർ, റൈറ്റ് മോസ്റ്റ് സൈഡിൽ ഇറ്റ് വിൽ ബി 100% നിക്കൽ അല്ലെ. അപ്പൊ മറ്റേ കോമൺ അവിടെ 0% ആയിരിക്കും. ഇൻ ബിറ്റ്വീൻ രണ്ട് എലമെന്റ്സും ഈക്വൽ പെർസെന്റേജ് ആയിട്ട് ഉണ്ടാവും, ഡിഫറെന്റ് പ്രൊപ്പോർഷൻ ആയിട്ട് ഉണ്ടാവും. ടോട്ടൽ എപ്പോഴും 100% ആയിരിക്കും. ഇവിടെ അയൺ ഇവിടെ ലെഫ്റ്റ് ലോവർ മോസ്റ്റ് കോണിൽ അയൺ ആണ്. അപ്പൊ അയൺ ഹിയർ ഈസ് പ്യുവർ അയൺ. അപ്പൊ ഈ 0% കാണിക്കുന്നത് 0% കാർബൺ ആഡ് ചെയ്യുമ്പോഴുള്ളതാണ്. പ്യുവർ അയൺ ആണ്, അതിൽ കാർബൺ ആഡ് ചെയ്തില്ല. അപ്പൊ അയണിന്റെ ഡിഫറെന്റ് ടെമ്പറേച്ചറാണ് ഇവിടെ കാണിക്കുന്നത്, ഈ ഡിഫറെന്റ് ടെമ്പറേച്ചറിൽ ഉള്ള വാല്യൂസ്. അപ്പൊ അതിന്റെ മെൽറ്റിംഗ് പോയിന്റ് ആണ് അബൌട്ട് 1600 ഡിഗ്രി സെൽഷ്യസ്. കാരണം അതിന് മുകളിലേക്ക് അത് ലിക്വിഡ് ആണ് ഇവിടെ എൽ അല്ലെ. ദാറ്റ് മീൻസ് ബിയോണ്ട് 1538 ഡിഗ്രി സെൽഷ്യസ് ഇറ്റ് ഈസ് ലിക്വിഡ് ഫോം. അപ്പൊ ഈ പോയിന്റ് എടുക്കുന്നത് എന്താണ്, പ്യുവർ അയണിന്റെ ആണ്. അതിനുശേഷം ഈ പോയിന്റ് എടുത്തു കഴിഞ്ഞാൽ അത് പ്യുവർ അയൺ അല്ല, ദർ ഈസ് 1% carbon added to it. So what happens, the melting point is changed അല്ലെ. The melting point at that time will be somewhat near 1450. Okay, initially for pure iron it was 1540. So now it was 1440, nearby 1440. അപ്പോൾ 100 ഡിഗ്രി സെൽഷ്യസ് കുറഞ്ഞു 1% കാർബൺ ആഡ് ചെയ്യുമ്പോൾ തന്നെ. So likewise, by adding carbon to iron, there are so many lot of change in the property of the final material formed. So അതിനെ നമ്മൾ അലോയ് എന്ന് പറയുന്നത്. നോക്കിയാൽ അയണിൽ അപ്പോൾ കാർബൺ ആഡ് ചെയ്യുന്നത് എത്ര വരെയാണ്, അബൌട്ട് 2.14% കാർബൺ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന അതിനെ നമ്മൾ പറയുന്ന കിട്ടുന്ന ഫൈനൽ മെറ്റീരിയൽ നമ്മൾ പറയുന്ന പേരാണ് സ്റ്റീൽ. They are called steel. So beyond 2.14% of carbon, whatever alloy we are getting, we will call it as cast iron. അപ്പൊ കാസ്റ്റ് അയണിൽ സ്റ്റീലിനേക്കാളും കൂടുതൽ കാർബൺ കണ്ടന്റ് ഉണ്ടാവും അല്ലെ. അപ്പൊ സ്റ്റീലിന്റെ കാർബൺ കണ്ടന്റ് എത്രയാണ്, 0 to 2.14. മാക്സിമം 2.14 വരെ മാത്രമേ കാർബൺ കണ്ടന്റ് ഉണ്ടാവും സ്റ്റീലിൽ. ബിയോണ്ട് ദാറ്റ് ദേ ആർ കോൾഡ് ആസ് കാസ്റ്റ് അയൺ. ഓക്കെ. അതിൽ തന്നെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സ്റ്റീൽ ഉണ്ടല്ലോ. സ്റ്റീലിന്റെ ക്ലാസിഫിക്കേഷൻ നമ്മൾ പഠിച്ചു. ലോ കാർബൺ സ്റ്റീൽ ഉണ്ട്, മീഡിയം കാർബൺ സ്റ്റീൽ ഉണ്ട്, ഹൈ കാർബൺ സ്റ്റീൽ ഉണ്ട്. സോ അവിടെ 3 ടൈപ്സ് ഓഫ് സ്റ്റീൽ ഉണ്ട്. ലോ കാർബൺ സ്റ്റീൽ ഉണ്ട്, ഹൈ കാർബൺ സ്റ്റീൽ ഉണ്ട്, മീഡിയം കാർബൺ സ്റ്റീൽ ഉണ്ട് അല്ലെ. ഇതെല്ലാം നമ്മൾ നോക്കിയതാണ്. അതുപോലെ കാസ്റ്റ് അയൺ ഉണ്ട് അല്ലെ. ഇനി ഈ സ്റ്റീലിൽ തന്നെ നോക്കിയ ഹൈപ്പോ യൂട്ടക്ടോയിഡും ഹൈപ്പർ യൂട്ടക്ടോയിഡും പറയുന്നുണ്ട് അല്ലെ. അതെങ്ങനെയാണ്, രണ്ട് റിയാക്ഷൻ അത് ബേസ് ചെയ്തിട്ടാണ് പറയുന്നത്. ഇറ്റ് ക്യാൻ ബി ആൻ ഹൈപ്പോ യൂട്ടക്ടോയിഡ്, ഇറ്റ് ക്യാൻ ബി ആൻ ഹൈപ്പർ യൂട്ടക്ടോയിഡ്. അപ്പൊ
അപ്പോൾ ഇതൊക്കെ നമ്മൾ ഓൾറെഡി നോക്കിയ കാര്യങ്ങളാണ്. നിങ്ങൾക്ക് അപ്പോൾ ഇതൊന്നും ഓർമ്മയില്ലെങ്കിൽ നിങ്ങൾ എക്സാമിന് എന്താ എഴുതുക? നിങ്ങളതിന് കോൺടാക്ട് ക്ലാസ് ഒക്കെ ഇനി സ്റ്റാർട്ട് ചെയ്യും. നിങ്ങൾക്ക് എക്സാം ഇവിടെ വന്നിട്ട് എഴുതേണ്ടി വരും. അപ്പോൾ നിങ്ങൾ എങ്ങനെയാണ് ഇതെല്ലാം എഴുതി വെക്കുക? ഇനി നിങ്ങൾ തിരിച്ചു വരുന്ന സമയത്ത് നിങ്ങൾ ഇതുവരെ എഴുതിയ എല്ലാ അസൈൻമെന്റ്സും യൂണിറ്റ് ടെസ്റ്റും സീരീസ് എക്സാമിന്റെ ഒക്കെ പേപ്പർ വന്ന് ഇവിടെ സബ്മിറ്റ് ചെയ്യണം. അപ്പോൾ അതിന്റെ സർക്കുലർ ഇന്നലെ വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് അത് സാർ എന്റെ കുറെ മിസ്സായി പോയി. സാറിന് ഇന്നലെ വിളിച്ചിന്. അമിത, ഇത് ക്ലാസിന്റെ അവസാനം എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നീ പറയാ, അല്ലെങ്കിൽ നീ നേരിട്ട് വിളിക്കാം. നിന്റെ അല്ല സാറിന് ഇന്നലെ വിളിച്ചു. അത് ക്ലാസ് കഴിഞ്ഞിട്ട് പറയാം. ഓക്കെ ഓക്കെ. അപ്പൊ ഇതില് നമ്മൾ നോക്കുന്ന അയൺ കാർബൺ ഇക്വിലിബ്രിയം ഡയഗ്രത്തിൽ ഇത് ഏത് ഡയഗ്രാം ആണെന്ന് ചോദിച്ചിട്ട് പോലും പലർക്കും അറിയില്ല. അപ്പൊ നിങ്ങൾ ഇത് ഇങ്ങനെ ഒരു സിനിമ കാണുന്ന പോലെ ഇത് കാണുന്നുണ്ടോന്നും അറിയില്ല. അറ്റൻഡൻസ് മാത്രം പറയാൻ വേണ്ടി ഇവിടെ ഇരുന്നിട്ട് കാര്യമില്ല. അതുപോലെ നിങ്ങൾ തോന്നിയ പോലെ ഏതെങ്കിലും സമയത്ത് വന്നാലും ഞാൻ അറ്റൻഡൻസ് തരൂല്ല. ആദ്യം ഞാൻ ഓൾറെഡി അറ്റൻഡൻസ് എല്ലാവരും വിളിച്ചു കഴിഞ്ഞു ആദ്യത്തെ ഒരു 10 മിനിറ്റിൽ. അപ്പൊ അവരെ മാത്രം അറ്റൻഡൻസ് ഞാൻ കൺസിഡർ ചെയ്യും. അപ്പോൾ എല്ലാവരോടും പറയുന്നതാണ് കൃത്യസമയത്ത് തന്നെ ക്ലാസ്സിൽ കയറാൻ വേണ്ടിയിട്ട്. നിങ്ങൾ ഇങ്ങനെ വന്നു എന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട് അവിടെ ചാറ്റിലിടും ഇവിടെ ഇടും എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ആദ്യം തന്നെ വന്ന് ജോയിൻ ചെയ്യുക. ഇടയിലൊക്കെ അറ്റൻഡൻസ് വിളിക്കും. അപ്പോൾ ഉള്ളവർ, കാരണം ഇവിടെ നിങ്ങൾ അറ്റൻഡൻസ് ഞാൻ 2 സിസ്റ്റം വെച്ചിട്ടാണ് എടുക്കുന്നത്. ഒന്നിൽ നിങ്ങളെ അറ്റൻഡൻസ് എല്ലാം ഞാൻ മാർക്ക് ചെയ്യുന്നുണ്ട് സെപ്പറേറ്റ് ആയിട്ട്. വിളിച്ചില്ലെങ്കിലും എനിക്ക് അറിയാം ഇവിടുന്ന് ആരൊക്കെ ലെഫ്റ്റ് ആയിട്ട് പോകുന്നുണ്ട്, ആരൊക്കെ കയറുന്നുണ്ടെന്ന് ഇവിടുന്ന് കാണാൻ വേണ്ടി പറ്റും. ഓക്കെ. അപ്പോൾ ഇനിയിപ്പോൾ ഇതിൽ കൂടുതൽ പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങളോട് ഇനിയുള്ള റിവിഷൻ ക്ലാസ്സുകളിൽ ഞാൻ നിങ്ങളോട് ഇതുപോലത്തെ ഒരു ടോപ്പിക് എന്നിട്ട് അതിൽ നിന്നുള്ള ക്വിസ് ആയിരിക്കും. ഞാൻ സെലക്ടഡ് ആൾക്കാരോട് അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി പറയും. ഓരോ ടോപ്പിക്ക് നിങ്ങൾക്ക് തരും, അത് പഠിച്ചിട്ട് വരിക. അതിൽ നിന്നായിരിക്കും ക്വസ്റ്റ്യൻസ് വരിക. അപ്പോൾ കാസ്റ്റേണിന്റെ ക്ലാസിഫിക്കേഷൻ ആണ് ഞാൻ പറഞ്ഞത്. So in iron carbon alloys containing more than 2% carbon are called cast iron. So cast iron different classifications ഉണ്ട്. നമുക്കതിന് വേറൊരു ക്ലാസ്സിൽ നോക്കാം, വേറെ റിവിഷൻ ക്ലാസ്സിൽ നോക്കാം. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് വെച്ചാൽ നെക്സ്റ്റ് ക്ലാസ്സിലേക്ക്, ഇനി നിങ്ങളെ ക്രിസ്മസ് വെക്കേഷൻ കഴിഞ്ഞിട്ടാണ് നിങ്ങളെ ക്ലാസ്. ആ ക്ലാസ്സിലേക്ക് വരുമ്പോൾ നിങ്ങൾ പഠിച്ചു തരേണ്ടത് ക്ലാസിഫിക്കേഷൻ ഓഫ് കാസ്റ്റ് അയൺ ആണ്. വാട്ട് ആർ ദ ഡിഫറെന്റ് ക്ലാസിഫിക്കേഷൻ ഓഫ് കാസ്റ്റ് അയൺ? നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ അതുണ്ട്, നിങ്ങൾക്ക് തന്നിട്ടുണ്ട് ടെക്സ്റ്റ് ബുക്കിന്റെ കോപ്പി. നിങ്ങൾക്ക് തന്ന അതിന് മെറ്റീരിയൽ ആയിട്ട് തന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഇതിന്റെ സ്ലൈഡ് ഞാൻ തന്നിട്ടുണ്ട്. അപ്പോൾ അത് നോക്കിയിട്ട് അടുത്ത ക്ലാസ്സിലേക്ക് വരുമ്പോഴത്തേക്ക് നിങ്ങൾ പഠിക്കേണ്ടത് ഈ ഡിഫറെന്റ് ക്ലാസിഫിക്കേഷൻ ഓഫ് കാസ്റ്റ് അയൺസ് ആണ്. ഓക്കെ.